ഹായ് നമസ്കാരം. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ എന്തൊക്കെ രേഖകളാണ് കയ്യിൽ കരുതേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതായത് +1 പ്രവേശനത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ കുറേ പേര് സ്വയം അപേക്ഷ സമർപ്പിക്കുന്നുണ്ടായിരിക്കും, കുറേ പേര് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇൻ്റർനെറ്റ് കഫേ വഴിയോ ഒക്കെ അപേക്ഷ സമർപ്പിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഏത് വിധത്തിൽ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ ചില രേഖകളൊക്കെ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കുന്നത് SSLCയുടെ രജിസ്റ്റർ നമ്പറാണ്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മാർക്കും മറ്റു കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന പേജിൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ SSLCയുടെ രജിസ്റ്റർ നമ്പർ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ കരുതണം. പിന്നെ അടുത്തതായി നമ്മൾ കയ്യിൽ കരുതേണ്ടത് ബോണസ് പോയിന്റുകളുടെ സർട്ടിഫിക്കറ്റാണ്. അതായത് ഇപ്പോൾ നമ്മൾ SPC, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയ സംഘടനകളിലൊക്കെ അംഗമായിട്ടുള്ളവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൽ നമുക്ക് ബോണസ് പോയിന്റ് ലഭിക്കുമല്ലോ. അപ്പോൾ ഈ ബോണസ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും അത് ഇഷ്യൂ ചെയ്ത അതോറിറ്റിയും ഇഷ്യൂ ചെയ്ത ഡേറ്റും ഒക്കെ ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ മൂന്നാമതായിട്ട് വേണ്ടത് ക്ലബ് സർട്ടിഫിക്കറ്റുകളാണ്. ഇത് ടൈ ബ്രേക്കറായിട്ട് ഉപയോഗിക്കുന്നത് ഈ ക്ലബ് സർട്ടിഫിക്കറ്റുകളാണ്. അതായത് ഓരോ ക്ലബ്ബുകൾ ഉണ്ടാവുമല്ലോ സ്കൂളിൽ, സോഷ്യൽ സയൻസ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ്, അതുപോലുള്ള ക്ലബ്ബുകളിലൊക്കെ അംഗമായിട്ടുള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. പിന്നെ നമുക്ക് നമ്മുടെ ആധാർ നമ്പർ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കോമ്പിനേഷനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കോമ്പിനേഷനുകളുള്ള സ്കൂളുകളുടെ പേരുകൾ ക്രമനമ്പറായിട്ട് നിങ്ങൾ എഴുതി ഒരു ചാർട്ട് തയ്യാറാക്കി കയ്യിൽ സൂക്ഷിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് കഫേയിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ പലതും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം നമ്മൾ ഏത് കോമ്പിനേഷൻ ഏതൊക്കെ സ്കൂളുകളാണല്ലോ ഉദ്ദേശിക്കുന്നത് അത് 1, 2, 3 എന്നുള്ള ക്രമത്തിൽ എഴുതി കയ്യിൽ കരുതുക. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യമാണ് EWS സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. അതായത് അത് എല്ലാവർക്കും ബാധകമല്ല. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, അതായത് മുന്നോക്ക വിഭാഗങ്ങളിലെ, മുന്നോക്ക സമുദായങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സീറ്റ് സംവരണമുണ്ട് ഒരു 10%. അപ്പോൾ അത് ലഭിക്കാൻ അർഹതയുള്ളവർ, അതായത് കുറച്ച് മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന വരുമാനക്കാരാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ അപേക്ഷിച്ച് EWS സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അപേക്ഷ സമർപ്പിക്കുന്ന നേരത്തെ EWS എന്നതിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംവരണവും ലഭിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ +1 അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.